അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഫുൾ ഫോക്കസ് ചെയ്ത് പോയത് അനിമോളെ വെച്ചിട്ടാണ്. അതെ, ഇന്ന് ഫുൾ ഈ ഒരു വീക്ക് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു ഈ ഇന്നത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് നടന്നത്. അത് മാത്രമല്ല, ഒരു ഒറ്റ വീക്കെൻഡ് എപ്പിസോഡേ ഉള്ളൂ. ഈ വീക്ക് നോ എവിക്ഷൻ വീക്കാണ്. പക്ഷെ ഇവര് തന്നെ പിന്നെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് അടുത്ത ആഴ്ചയും പോയിരിക്കുകയാണ്. അടുത്ത ആഴ്ച രണ്ടുപേര് പോകും എന്ന് ലാലേട്ടൻ തുറന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അനിമോൾക്കും ജിസേലിനും പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ് ലാലേട്ടൻ. ആര്യനും വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് ലാലേട്ടൻ. ഇതുപോലെ തന്നെ ജിസേലിന്റെ ലഗേജ് എല്ലാം തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ലാലേട്ടൻ. നമുക്ക് സംസാരിക്കാം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റി. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ഫോക്കസ് ചെയ്തത് അനിമോളെ വെച്ചിട്ടായിരുന്നു. അത് ഫുൾ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡെ കൊണ്ടുപോയത് അനിമോളെ വെച്ചിട്ടായിരുന്നു. കാരണം എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അനിമോളെ ഒറ്റപ്പെടുത്താൻ ലാലേട്ടൻ വന്ന് അനിമോളെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നതിനാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് അനിമോളുടെ ഒറ്റപ്പെടൽ ഗെയിമിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലാലേട്ടൻ വന്നത്. അതുപോലെ തന്നെ ബുള്ളി ഗ്യാങ്ങിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലാലേട്ടൻ വന്നത്. കാരണം ഗ്രൂപ്പിസം പൊളിക്കുമെന്ന് പ്രമോ വന്നപ്പോൾ തന്നെ പ്രമോ ഇറക്കിയിട്ട് അതേ ഗ്രൂപ്പിസം അതേ ഗ്യാങ്ങിനെ സപ്പോർട്ട് ചെയ്യാണ് ലാലേട്ടൻ ചെയ്തത്. സീരിയസ്ലി അതേ ഗ്യാങ്ങിനെ സപ്പോർട്ട് ചെയ്യാണ് ലാലേട്ടൻ ചെയ്തത്. അപ്പം ആ പ്രമോക്കിൽ വിലയില്ലേ? പ്രമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്നത് ശരിയാണോ? സോറി, മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സ്പീഡ് മെയിൻ കണ്ടന്റ് മാത്രമേ ഇന്ന് പറയുന്നുണ്ട്. എപ്പിസോഡ് ഫുൾ ഓഫ് റിവ്യൂ ഞാൻ എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡ് ഫോക്കസ് ചെയ്തത് അനിമോളെ വെച്ചിട്ടാണ്. പക്ഷെ മെയിൻലി ഫോക്കസ് ചെയ്തത്, അതായത് ഇന്നലത്തെ ആ ഒരു ഡേയിലെ ഫുൾ കണ്ടന്റ് എന്ന് പറയുന്നത് അനിമോളുടെ കയ്യിലെ ടെഡി ബിയർ തന്നെയായിരുന്നു. ഇന്നലത്തെ ആ ദിവസത്തെ, അതായത് ഇന്ന് രാവിലെ കാണിക്കുന്ന ഇന്നലെ നടന്ന കാര്യങ്ങളുടെ ആ ഫുൾ ഡേ കണ്ടന്റ് തന്നെയായിരുന്നു ഇന്ന് ഫുൾ ഓഫ് കാണിച്ചത്. അതായത് ആ ഒരു ടെഡി ബിയറിനെ വെച്ചിട്ടായിരുന്നു കാണിച്ചത്. ടെഡി ബിയർ ആയിരുന്നു ഇന്നലത്തെ കണ്ടന്റ്. നേരെ ലാലേട്ടൻ വരികയാണ്. ലാലേട്ടൻ വന്നിട്ട് ആദ്യം അനിമോളെ കുറിച്ച് അനിമോൾക്ക് വൃത്തി കൊടുക്കുന്നു. ജിസൈലിന് അത്ര കണക്കൊന്നും കിട്ടുന്നില്ല. ജിസൈലിന് എന്തോ ഒരു ഇതുപോലെ ജിസൈലിന്റെ ഭാഗത്താണ് ഞാൻ എന്നുള്ള രീതിക്കാണ് ലാലേട്ടൻ സംസാരിച്ചത്. ജിസൈലിന് വലിയ കണത്തിലൊന്നും ലാലേട്ടൻ കൊടുക്കുന്നില്ല. പക്ഷേ രണ്ടുപേർക്കും പണിഷ്മെന്റ് ഉണ്ട്. ഡയറക്റ്റ് നോമിനേഷൻ, അടുത്ത ആഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷൻ പ്ലസ് അതുപോലെ തന്നെ ജയിലിൽ ഇവർ 2.5 മണിക്കൂർ കിടക്കണം. അതുപോലെ ജിസൈലിന്റെ ബാധ്യ അനിമോളും അനിമോളുടെ ബാധ്യ ജിസൈലും ഈ ഒരാഴ്ച ഈ ഒരു വീക്ക് ഇട്ടുകൊണ്ട് നടക്കുകയും വേണം, കുത്തിക്കൊണ്ട് നടക്കുകയും വേണം. അതുപോലെ അനിമോൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അനിമോളുടെ തെറ്റെല്ലാം ലാലേട്ടൻ പറയുന്നുണ്ട്. അനിമോളുടെ തെറ്റെല്ലാം ലാലേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ തെറ്റൊന്നും ലാലേട്ടൻ പറയുന്നുമില്ല. മറ്റുള്ളവരുടെ തെറ്റൊന്നും ലാലേട്ടൻ പറയുന്നേ ഇല്ല. ബുള്ളി ഗ്യാങ്ങിനെ പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇങ്ങനെ ഒരു ഇത്രയും ബുള്ളി ചെയ്തിട്ട് എന്താണ് അനിമോളെ ഇത്രയും ബുള്ളി തന്നെയാണ്. അതായത് ഇറ്റ്സ് നോട്ട് എ ഗെയിം, ഇറ്റ്സ് നോട്ട് ദ റിയൽ ഗെയിം. അതായത് ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എല്ലാ റിവ്യൂവേഴ്സും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ റിവ്യൂവേഴ്സും ഒറ്റ സ്വരത്തിൽ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്നലത്തെ എപ്പിസോഡ് വെറുത്തുപോയി എന്നുള്ളത്. ഇന്നലത്തെ എപ്പിസോഡ് വെറുത്തുപോയി. കാരണം അങ്ങനത്തെ ഒരു എപ്പിസോഡായിരുന്നു. അത്രത്തോളം ബുള്ളി ചെയ്തു അനിമോളെ. ഇന്നും അതേ ഇതായിരുന്നു. അനിമോളെ വേദനിപ്പിക്കാൻ അനിമോളെ ടെഡി ബിയറിനെ വെച്ചിട്ടായിരുന്നു ഇന്നലെ ആ പ്രധാന കണ്ടന്റ് പോയത്. ഇന്നലെ നടന്ന കാര്യങ്ങളുടെ പ്രധാന കണ്ടന്റ് പോയത്. ഇതും പോരാനിട്ട് നെവിനും കിട്ടുന്നുണ്ട്. നെവിനും അത്യാവശ്യം നല്ല കനത്തിന് നെവിനും കിട്ടുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് അനിമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം, ഞാനിവിടെ വന്നത് ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാനാണ്. ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ബിഗ് ബോസിന് അനുസരിച്ചാൽ മതി. അത് മാത്രമല്ല, എനിക്ക് പേയ്മെന്റ് ചെയ്യുന്നത് ഈ ഒരു ഷോയുടെ റേറ്റിംഗിന് വേണ്ടിയിട്ടാണെന്ന് അനിമോള് പറയണം. പക്ഷെ അത് തെറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇങ്ങനെ ഒരു ഷോയുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റ്, ആ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. അതിന് ആ ഒരു ഷോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നവരാണ് എനിക്ക് ഫീൽ ചെയ്തത്, ഉള്ള കാര്യം പറയാനാണെങ്കിൽ. പിന്നെ ലാലേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ ലാലേട്ടൻ മനഃപൂർവ്വം അനിമോളെ തന്നെ ഫോക്കസ് ചെയ്ത് അനിമോളെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനും. അനിമോൾ ഇന്ന് ശരിക്കും അവിടെ ഒറ്റപ്പെട്ടു. ഉള്ള കാര്യം പറഞ്ഞാൽ ലാലേട്ടൻ അനിമോളിന്ന് ശരിക്കും അവിടെ ഒറ്റപ്പെടുത്തി. ആരുമില്ല അനിമോൾക്ക് സപ്പോർട്ടായിട്ട് വന്ന ആരുമില്ലായിരുന്നു. ആരുമില്ലെന്ന് വെച്ചാൽ ആരുമില്ല. കൂടെ നടക്കുന്ന ശൈത്യ, ആദില, ഇവരാരും ഇല്ലായിരുന്നു. അനിമോളെ ഒറ്റപ്പെടൽ ഗെയിം പൊളിക്കാൻ നോക്കുന്ന ആദില ഒന്നും ഇന്ന് അനിമോൾക്ക് സപ്പോർട്ടായിട്ട് നിന്നില്ല. ഇത് പോരാനിട്ട് അനിമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുള്ള വാദത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിൽ അനിമോള് ലാസ്റ്റ് ആകുമ്പോൾ അനിമോള് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. ഭയങ്കര പൊട്ടിക്കരയുന്നുണ്ട് ലാലേട്ടന്റെ മുമ്പിൽ. ഇതിനിടയ്ക്ക് വാഗ്വാദങ്ങൾ വരെ നടക്കുന്നുണ്ട്. എല്ലാവരും കൂടെ, അപ്പാനി, അക്ബർ, അനിമോൾ എല്ലാവരും കൂടെ. ലാലേട്ടനൊന്നും മനസ്സിലാവുന്നില്ല, കാരണം സൂം മീറ്റിംഗ് അല്ലേ. ഇതും പോരാനിട്ട് റെന പറഞ്ഞ ചൈനീസ് തെറിയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അതിനൊരു അർത്ഥവും ഇല്ലെന്ന്.
അതിനൊരു അർത്ഥവുമില്ലെന്ന്. പക്ഷെ അവിടെ ബിന്നിയുടെ ഫേസ് നോക്കിയാൽ കാണാം അതിനൊരു അർത്ഥമുണ്ട് എന്ന് ബിന്നിക്ക് അറിയാം. ബിന്നി അവിടെ മനഃപൂർവ്വം കള്ളക്കളി കളിച്ച് ഫേസ് കൊടുക്കാതെ ഇരിക്കുകയാണ് ബിന്നി ചെയ്തത്. ബിന്നിക്ക് അറിയാം അക്ബർ ഇട്ട പേരാണെന്ന് അക്ബർ പറയുന്നുണ്ട്. പക്ഷെ അതിന് അർത്ഥം എന്താണെന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിന്റെ മീനിങ്. അതായത് അതിൽ സോഷ്യൽ മീഡിയ വരുന്ന ഒരു കണ്ടന്റ് എന്താന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് കുട്ടികളോട് സെക്ഷലി അട്രാക്ഷൻ തോന്നുന്നവരെയാണ് ഈ ഒരു പേര് വിളിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ഷൂഷു എന്നുള്ളവർ ആ പേര് വിളിക്കുന്നതെന്നാണ് പറയുന്നത്. ഉള്ളതാണോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല, കണ്ട കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇതും പോലെ ഇതിലിപ്പം അപ്പാനിയുടെ ക്യാപ്റ്റൻസിയെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല. പിന്നെ ജയിൽ ജയിലിന്റെ ആ ഒരു കാര്യത്തെ പറ്റി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് അനീഷ് പറയുന്നുണ്ട്. പിന്നെ അനീഷ് അതുമാത്രമല്ല അനീഷ് അനുമോൾക്ക് സപ്പോർട്ടായിട്ട് പറയുന്നുണ്ട്. കാരണം മനഃപൂർവ്വം അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്ത് എല്ലാരും കളിക്കുന്നു എന്ന് പറഞ്ഞ് അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആണിട്ട് ഇനി പിന്നീട് ആര്യനാണ് ലാലേട്ടൻ പൊക്കുന്നത്. ആര്യനെ പൊക്കിയിട്ട് അതായത് ആര്യനെ ലാലേട്ടന്റെ മോശം പറഞ്ഞല്ലോ, അങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് ബിഗ് ബോസിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നടത്തിയല്ലോ. അനീഷിന്റെ പ്രശ്നം എന്താണെന്ന് ആര്യന്റെ പ്രശ്നം എന്താണെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആര്യന് ശരിക്കും ആര്യൻ അവിടെ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റിനും ആര്യന് പണി കൊടുക്കേണ്ടതാണ്. പക്ഷെ ആര്യൻ ഇപ്പൊ വാണിംഗ് കൊടുത്തേ വിട്ടുള്ളൂ. ഇനി ഇത് ആവർത്തിച്ചാൽ ആര്യന് എഴുതിയ പണി കിട്ടൂ എന്ന് പറഞ്ഞ് ഇത് കൊടുത്തിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ കളിക്കുന്ന ലാലേട്ടൻ ആര്യന് പറയുന്നുണ്ട്. പക്ഷെ ആര്യൻ ഇതൊക്കെ വെറും കളിയായിട്ടാണ് എടുത്തത്. ആര്യൻ ഇതൊക്കെ വെറും കളിയായിട്ടാണ് എടുത്തത്. എന്നിട്ട് ഇതിന്റെ മുമ്പിൽ ഷാനവാസും ആര്യനും തമ്മിൽ തെറിവിളി, ലാലേട്ടന്റെ മുമ്പിൽ തെറിവിളി. ലാലേട്ടൻ ഇതൊക്കെ ചിരിച്ചു മോനെ എന്താ മോനെ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ ചിരിച്ചു കൊള്ളുകയാണ്. എന്തോന്നാണ് ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഇത്. അതാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ടായിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാന്ന് പറഞ്ഞു തീർക്കാന്ന് വിചാരിച്ചത്. ഒട്ടും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എന്താണ് പ്രധാന കാര്യങ്ങൾ ഈ ഒരു ബുള്ളി ഗ്യാങ്ങിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിർത്തുന്ന ഒരു ഇതൊന്നും പറഞ്ഞില്ല. പിന്നെ അത് മാത്രമല്ല ജിസയിലും അനുമോളും തമ്മിലുള്ള പിണക്കമല്ല മാറ്റാൻ ലാലേട്ടൻ നോക്കുന്നുണ്ട്. അതായത് ജിസയിലെ പെട്ടി കൊടുക്കണമെന്ന് അനുമോൾ ചോദിക്കണം. അപ്പൊ അനുമോൾ പറഞ്ഞ് കൊടുക്കണം എന്ന് പറയുന്നത് അനുമോൾ തന്നെ ജിസയിലെ പെട്ടി കൊടുക്കുകയാണ്. അവരെ ഹഗ് ചെയ്യുകയാണ്, താങ്ക് യു പറയാണ്. എനിക്ക് ജിസയിലും അനുമോളെ വലുതായിട്ട് മൈൻഡ് ചെയ്യാൻ പോകുന്നു തോന്നുന്നില്ല. അനുമോൾ ജിസയിലെ വിട്ട് പിടിക്കാനാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇനിയുള്ള ഗെയിം എന്ന് നോക്കാം. പക്ഷെ അക്ബർ അപ്പാനി എന്തായാലും അനുമോളെ വിടാൻ പോകുന്നില്ല. അപ്പാനിയുടെ അക്ബറിന്റെ മെയിൻ കണ്ടന്റ് അനുമോൾ തന്നെയാണ്. അനുമോളെ വച്ചായിരിക്കും അവര് കളിക്കാൻ പോകുന്നത്, നോക്കിക്കോ. പിന്നീട് ഇതുപോലെ തന്നെ ലാലേട്ടൻ നോ എവിക്ഷൻ വീക്കാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ പുതിയ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് ലാലേട്ടൻ പോകുന്നത്. പുതിയ ഒരു വന്യമായിട്ടുള്ള ടാസ്കുകളാണ് വരാൻ പോകുന്നതെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും കാത്തിരിക്കുന്നത് ഓണം എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് എന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. അടുത്ത ആഴ്ച ലാലേട്ടൻ വരുമെന്ന് പറയുന്നുണ്ട്. ഇനി ഓണത്തിനൊന്ന് വരുമോ ഇല്ലയോ ദൈവത്തിനറിയാം. പിന്നെ ഒരു ഗെയിം തരാൻ പോലും താല്പര്യമില്ല. കാരണം ഗെയിം എല്ലാം ഈ വീട്ടുകാർ ചേർന്ന് കുളമാക്കുന്നു എന്നും പറഞ്ഞു. ആദ്യ റൗണ്ട് തന്നെ കുളമാക്കുന്നു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. നോ എവിക്ഷൻ ആണെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് നെവിന് ഇട്ട് നല്ലപോലെ കൊട്ടുന്നുണ്ട്. നെവിന് നല്ലപോലെ ഊക്കി ലാലേട്ടൻ വിടുന്നുണ്ട്. ലാസ്റ്റ് ടെയിൽ ഓഫ് ദ എൻഡ്, അതായത് ലാസ്റ്റ് ആയപ്പോഴേക്കും നെവിന് നല്ലതുപോലെ ലാലേട്ടൻ ഊക്കി വിടുന്നുണ്ട്. പിന്നെ നെവിൻ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് 2 ഗ്രൂപ്പും, അനുമോൾ മൂട്ടിത്താങ്ങി ഗ്രൂപ്പും അതുപോലെ തന്നെ ജിസേൽ പാവാട വള്ളി ഗ്രൂപ്പും പിരിച്ചു വിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നെവിനും അവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് അനുമോൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. പിന്നെ അനുമോളെ കിറ്റ് മോഷ്ടിച്ചാൽ അനുമോൾ കംപ്ലൈന്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇത്രയും ചപ്പാത്തി വെക്കാതെ അനുമോളെ ചപ്പാത്തി കളിയാക്കി, എന്നിട്ട് ജിസയിൽ കാപ്പിക്കളിയാക്കി. ഇനി ആര്യനെ എന്തിനാ കിറ്റ് കളന്ന് വിളിക്കാം അനുമോക്ക് വേണമെങ്കിൽ. കിറ്റ് മോഷ്ടിച്ചത് അനുമോളല്ലേ? അല്ല, അനുമോളെ കിറ്റ് മോഷ്ടിച്ച ആര്യനല്ലേ? എന്താ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഫുള്ള് ഫോക്കസ് ചെയ്ത് അനുമോളെ വെച്ചിട്ട് പോയി അവർക്ക് പണിഷ്മെന്റ് കൊടുത്തു, നോ എവിക്ഷൻ പ്രഖ്യാപിച്ചു, അനുമോളെ നിർത്തിപ്പൊരിച്ചു, ബാക്കിയുള്ളവർക്കെല്ലാം തലോടല്, ഗ്യാങ് കളിക്കാൻ, ഗ്രൂപ്പ് കളിക്കാൻ എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞ് ടാറ്റയും കൊടുത്ത് നെവിന് അടുത്ത പ്രാവശ്യം ചോക്ലേറ്റ് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ ഒറ്റ പോക്ക്. ഇത്രയേ ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ട് എല്ലാം കൂടെ വെട്ടി ഒരുക്കി വെച്ച് എപ്പിസോഡ് തീർന്ന്. നമുക്ക് നോക്കാം ഇനി എന്തായിരിക്കും ഇവരുടെ ഗെയിം പ്ലാൻ എന്ന്. വൈൽഡ് കാർഡ് കയറുന്നെന്ന് പറയുന്നുണ്ട്. അത് വൈൽഡ് കാർഡ് അറിയുന്ന പേരുകൾ എന്താന്ന് വെച്ചാൽ ഒരു കോമണർ കാണുമെന്ന് പറയുന്നുണ്ട്. ആ കോമണർ ഒരു റിവ്യൂവർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമാ നടൻ ബാല, പിന്നെ മസ്താനി, ഹെയ്ദി സാദിയ, അങ്ങനെ പിന്നെ നമ്മുടെ വ്യാസൻ, മോഡലുള്ള വ്യാസൻ, പിന്നെ വേദലക്ഷ്മി, ഇവരൊക്കെയാണ് വൈൽഡ് കാർഡ് എന്ന റിവ്യൂവേഴ്സ്
വ്ളോഗ് ചെയ്യുന്നുണ്ട്, അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം വൈൽഡ് കാർഡ് കയറുമ്പോൾ നമുക്ക് നോക്കാം വൈൽഡ് കാർഡ് എങ്ങനെയാണ് കയറാൻ പോകുന്നത്, ഗെയിം എങ്ങനെ ഗെയിം പൊളിക്കുമോ. ഇതിൽ ഒരാൾ എനിക്ക് പ്രതീക്ഷയുണ്ട്, അറിഞ്ഞാൽ ആ ഒരു കോമണർ ആയിട്ട് വരുന്ന ആ ഒരു റിവ്യൂവിൽ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ കളിക്കുകയില്ലേ നമുക്ക് കണ്ടറിയാം, കാരണം ഒരു പ്രതീക്ഷയും വേണ്ട. എനിക്ക് വൈൽഡ് കാർഡിൽ വലിയ പ്രതീക്ഷ തോന്നുന്നില്ല. ഈ ഗെയിം ഇങ്ങനെ തന്നെ പോവുമായിരിക്കും. അത് മാത്രമല്ല ഇതിലൊരു ഗെയിം ചേഞ്ച് അവർ തന്നെ എന്തായാലും ഗെയിം ചേഞ്ച് ചെയ്ത് പോവും. ഇപ്പൊ ഓരോ ആഴ്ചയും ഗെയിം ചേഞ്ച് ചെയ്ത് പോവുകയാണ്, ഓരോ ആഴ്ചയും ഗെയിം ചേഞ്ച് ചെയ്ത് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച അക്ബറിനിട്ടാണ് കൊട്ടെങ്കിൽ ഈ ആഴ്ച അനുമോക്ക് ഇട്ട് കൊടുത്ത്, അത്രേ ഉള്ളൂ. അക്ബറിനിട്ട് ഷാനവാസ് കുട്ടിയെങ്കിൽ ഗ്രൂപ്പ് ഗ്യാങ് ഉള്ളി ഗ്യാങ് ചേർന്ന് അനുമോക്കിട്ട് കുട്ടി, അങ്ങനെയാണ് പോയത്. എന്താവോ നമുക്ക് നോക്കാം. സോ താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വേറൊന്നും പറയില്ല, അതുകൊണ്ടാണ്. താങ്ക് യു.